2 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തുന്ന ഒരു ഉത്സവം, കൃഷിയുടെ ഒരു ഉത്സവം, കതിർ. നെല്ലറകളുടെ നാടായ പാലക്കാട് ജില്ലയിലെ എൻ്റെ സ്വന്തം നാടായ മടവന്നൂരിലാണ് ഈ ഉത്സവം നടക്കുന്നത്. നിങ്ങളെ കാണുന്നത് എല്ലാവരും ചേർന്ന് കതിരുണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ്. പനയുടെ ഓല, പുതിയ നെല്ലും പുതിയ വൈക്കോലും ചേർന്നിട്ടാണ് കതിരുണ്ടാക്കുന്നത്. കൃഷിയിൽ മികച്ച വിളവ് ലഭിച്ചതിന് ഭഗവതിക്ക് നന്ദി പറയുകയും അടുത്ത കൃഷിയിൽ ഒരു കേടുപാടുകളും കൂടാതെ കാത്തുകൊള്ളണേ എന്ന പ്രാർത്ഥനയുമാണ് ഇതിൻ്റെ ഐതിഹ്യം. ഇത് 2 വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ഈ കതിരും കുമ്മാട്ടിയും കളി വേല ഉത്സവം നടക്കുന്നത്. ആദ്യമായിട്ട് കാർഷികോത്സവമായിട്ട് നടക്കുന്ന ഒരു കൃഷി സമ്പ്രദായത്തിൻ്റെ ഒരു ഇതാണ് ഭഗവതിൻ്റെ ഇത്. അത് മകരമാസത്തിലാണ് കതിര് നടത്തുന്നത്. അത് വെളുത്ത വർഷത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് കതിര്. അത് വിവിധ ദേശ സമുദായ കമ്മിറ്റിക്കാർ എല്ലാവരും ചേർന്ന് നടത്തുന്ന വടവന്നൂരിലെ ഏറ്റവും വലിയൊരു ഉത്സവമാണിത്. 2 വർഷത്തിലൊരിക്കലാണ് നടത്തുന്നത്. മന്നത്തുമുത്തിൻ്റെ കുമ്മാട്ടി പുതുവർഷത്തിൽ തുടങ്ങുന്നത്. പുതിയ വൈക്കലും പുതിയ കതിരും നെല്ലും കൂടുകെട്ടി മന്നത്തുമുത്തിൻ്റെ അനുഗ്രഹത്തിൽ ഇവിടെ വേല പുറപ്പെട്ട് ബാലേട്ടൻ്റെ ആ കറ്റക്കളത്തിൽ പോയി കതിരും കൂട് എറിയുന്നതായിരിക്കും. പിന്നീട് രാത്രി 12 മണിക്ക് താലം ചൊരിച്ചിലും. ഇത്രമാത്രമാണ് എഴുന്നള്ളത്തോടെ ചരവടം നെട്ടാത്ത കളത്തിൽ പോയിട്ട് പരിപ്പെടുന്നത്. തന്നിട്ടാക്കി നടന്ന് ചരവടം കൊടുത്ത് നെട്ടാത്ത കളത്തിൽ പോയി പൂജ കഴിച്ചിട്ട് ബാലേട്ടൻ മുമ്പത്ത് വന്ന് ചരവടം വെച്ച് പൂജ കഴിഞ്ഞിട്ട് മന്നത്ത് പോകും. മന്നത്തുമുത്തിൻ്റെ അവിടെ പോയി പൂജ കഴിഞ്ഞിട്ട് രാത്രി 12 മണിക്ക് താലം ചൊരിയിലൂടെ കഴിഞ്ഞു ഈ വർഷത്തെ പരിപാടി. പിന്നെ കുംഭമാസത്തിൽ കുമ്മാട്ടി ഒരു 23-ാം തീയതി വരുമ്പോൾ കുമ്മാട്ടി വയ്ക്കും. കതിരുണ്ടാക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. പുതിയ നെല്ലിൻ്റെ മണം, പനയുടെ ഓലയുടെ മണം. ശരിക്കും ഇതൊരു കർഷകരുടെ ഉത്സവം അല്ലെങ്കിൽ കൃഷിയുടെ ഉത്സവം. അവസാനത്തെ മരുന്ന് പണിക്കുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ ഈ കാണുന്നത്. ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കതിർ ഭക്തിയോടെ ഘോഷയാത്രയായി ക്ഷേത്രത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം. എല്ലാവരും മത്സരിച്ച് നടത്തുന്ന ഒരു ഉത്സവം കൂടി തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കതിർ, കുമ്മാട്ടി, വേല. ഒരു മുളയുടെ തണ്ടിൽ ഈ ഉണ്ടാക്കിയ കതിരെല്ലാം കോർത്ത് വാദ്യാഘോഷങ്ങളോടുകൂടെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന പരിപാടിയാണ് നിങ്ങളെ കാണുന്നത്. ക്ഷേത്രത്തിലെത്തിയാൽ പ്രദക്ഷിണം വയ്ക്കുന്നതും പിന്നീട് ഇത് കളത്തിലേക്ക് എത്തിക്കുന്നതാണ് പതിവ്. ഇവിടെ നിന്നാണ് കതിരെറിയുന്നത്. മുകളിലോട്ട് എറിയും. ആർക്ക് കിട്ടുന്നോ അവരെടുത്തോളും. കിട്ടിയ കതിർ പൂജാമുറിയിലോ വീട്ടിൻ്റെ ഉമ്മറത്തോ തൂക്കിയിടുന്നതാണ് പതിവ്. അവസാനം നമുക്കും കിട്ടിയിട്ടോ ഒരു കതിർക്കൂട്. വീട്ടിലേക്ക് ഐശ്വര്യവും അന്നത്തിനൊരു മുട്ടും വരില്ല എന്നാണ് കതിര് വീട്ടിൽ തൂക്കിയിടുന്നത് കൊണ്ട് പഴമക്കാർ പറയുന്നത്. അങ്ങനെ ഇപ്രാവശ്യത്തെ കതിര് കഴിഞ്ഞു. ഇനി കുമ്മാട്ടി.